തെരഞ്ഞെടുപ്പുകൾ എന്നും വൈവിധ്യമാകാറുണ്ട്. അത്തരമൊരു വൈവിധ്യമാർന്ന തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം, ഒരു വൈവിധ്യമാർന്ന വിജയം നടന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിലെ പോരുവഴിയിലാണ്. കൊല്ലം ജില്ലയിലെ പോരുവഴിയിൽ ഭാര്യയും ഭർത്താവും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് മത്സരിച്ചത്. രണ്ടുപേരും വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥികളായി മത്സരിച്ചതാണ്. നമ്മൾ നേരത്തെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അവരെ പരിചയപ്പെടുത്തിയതാണ്. നിഖിലും നിഖിലിൻ്റെ ഭാര്യ രേഷ്മ നിഖിലുമാണ് ഉള്ളത്. എന്തായാലും ആദ്യം രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. രണ്ടുപേരും വിജയിച്ചിരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ, ഒടുവിൽ രണ്ടുപേരും വിജയത്തിലേക്ക് എത്തുന്നു. എങ്ങനെയുണ്ട്? ഇപ്പോഴും ആ വിജയം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇതൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ബ്ലോക്കിലേക്കൊക്കെ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുക എന്നുള്ളത് ഒരു ബാലികറ മലയാണ്. തീർച്ചയായിട്ടും അതൊക്കെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ വലിയ കോട്ടയായിട്ടുള്ള ഒരു ബ്ലോക്ക് ഡിവിഷനിൽ നിന്നൊക്കെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അതിനാദ്യം പാർട്ടി പ്രവർത്തകരോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അഹോരാത്രം പ്രതീക്ഷയില്ലാതിരുന്നിട്ട് പോലും ബ്ലോക്കിലേക്ക് അടക്കം അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ വാർഡുകളിൽ മാത്രമാണ് പ്രഭാവമാണ് വിജയത്തിലേക്ക് നയിച്ചതെന്നാണ് മറ്റൊരു. എങ്കിലും പാർട്ടിയുടെ ഒരു വലിയ പിന്തുണ, പാർട്ടി പ്രവർത്തകരുടെ ഒരു വലിയ കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരോടാണ് ആദ്യം, പിന്നെ എൻ്റെ വാർഡിലെ ജനങ്ങളോട്. കാരണം ഇവിടെ പോൾ ചെയ്തതിൻ്റെ 70% വോട്ട് ബ്ലോക്കിലേക്കും വാർഡിലേക്കും ജില്ലാ സ്ഥാനാർത്ഥി പോലും ഇവിടെ ലീഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വാർഡിൽ. അപ്പം വാർഡിലെ ഒരു വലിയ പിന്തുണ, അപ്പം വാർഡിലെ ജനങ്ങൾക്ക്, അങ്ങനെ എല്ലാവരോടും വോട്ട് ചെയ്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മരുമകളായി എത്തി, മകളായി, ഇപ്പോൾ വാർഡിലെ മെമ്പറുമായി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് സന്തോഷത്തിനിടയ്ക്ക്. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സീറ്റ് തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയതല്ല. ഈ അവസരം ഞങ്ങളെ തേടി വന്ന കാര്യമാണ്. അങ്ങനെ നിന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിൽ ഇത്ര വലിയ ജനപിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? അതോ ഭർത്താവ് മത്സരിച്ച് ജയിച്ച വാർഡിൽ ആ പിന്തുണ കൂടിയാണോ? നമുക്ക് വിജയം ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയും ഒരു ഭൂരിപക്ഷം, അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും ചേട്ടൻ നിന്ന് മത്സരിച്ച സമയത്ത് 62 ഭൂരിപക്ഷത്തിൽ നിന്നാണ് 367 മാറിയത്. ഇത്രയും ഒരു വൻ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും രണ്ടുപേരും വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഇടപെടും, ഇനിയുള്ള സമയം അതിനുവേണ്ടി ചെലവഴിക്കും എന്നുള്ളതാണ് ഇരുവരും വ്യക്തമാക്കുന്നത്. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒപ്പം ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവരുടെ ഇടപെടൽ കൂടുതൽ ശ്രമകരമായി കാണട്ടെ. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.